കൊല്ലം സോപാനം ആർട്ട് ഗാലറിയിൽ ഹാർമണി ഓഫ് സോൾസ് ചിത്ര പ്രദർശനം ആരംഭിച്ചു. ചിത്രകാരനും RLV ഫൈൻ ആർട്സ് കോളേജിലെ ചിത്രകലാ വിഭാഗം മുൻ മേധാവിയുമായ സിദ്ധാർത്ഥൻ്റെയും ചിത്രകാരി സന്ധ്യാംബികയുടെയും 51 പെയിൻറ്റിങ്ങുകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രകൃതിയും പ്രപഞ്ചവും ഒന്നാണെന്ന സന്ദേശമാണ് ചിത്രങ്ങൾ നൽകുന്നത്. പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. പ്രകൃതിയുടെ മനോഹാരിത ചിത്രങ്ങളിലൂടെ സന്നിവേശിക്കുമ്പോൾ അത് നൽകുന്ന ആസ്വാദനം പറഞ്ഞറിയിക്കാനാവാത്തതാണെന്ന് ചിഞ്ചുറാണി പറഞ്ഞു. പ്രകൃതിയുടെ വിസ്മയങ്ങൾ ഒരു ചിത്രത്തിലൂടെ വിരിയുമ്പോൾ അതിൻ്റെ സാക്ഷാത്കാരം വേറിട്ട അനുഭവമായി മാറുന്നു. ഒരുപക്ഷെ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ്. പലയിടവും ഞാൻ പോയി അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുക, അത് വരച്ച് നമ്മുടെ വീടിൻ്റെ മതിലുകളിൽ വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. വീട്ടിനകത്ത് ഒരുപാട് പേര് വന്ന് കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ സമയക്കുറവ് കൊണ്ട് പലപ്പോഴും അതിൽ പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കുള്ളിൽ വരച്ച ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തവയാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചിത്രകാരനായ സിദ്ധാർത്ഥൻ മീഡിയ കോപ്പറേറ്റീവ് ന്യൂസിനോട് പറഞ്ഞു. പ്രദർശനം ആരംഭിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് വരെ വരച്ച ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആസ്വാദകർക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. കൊല്ലത്തെ ഈ പ്രദർശനം ഏറെ ശ്രദ്ധേയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹാർമണി ഓഫ് സോൾസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ ഈ പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 51 ചിത്രങ്ങളാണ് ഞങ്ങൾ ഈ പ്രദർശനത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞങ്ങൾ വരച്ച കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കുള്ളിൽ വരച്ച ചിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 51 ചിത്രങ്ങളാണ് വാസ്തവത്തിൽ ഇന്നിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് ആസ്വാദകർക്ക് വളരെ കാണാനുള്ളൊരു അവസരമാണ്. ഞാൻ മിക്കവാറും ഒരുപാട് ചിത്രപ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. എങ്കിൽ കൂടിയും കൊല്ലത്ത് ഈ പ്രദർശനം വളരെ ശ്രദ്ധേയമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഗാലറിയുടെ പ്രത്യേകത കൊണ്ട് പ്രകൃതിയാണ് വിഷയം. സർവ്വചരാചരങ്ങളും പ്രകൃതിയിൽ അന്തർലീനമാണെന്ന് ചിത്രകാരിയായ സന്ധ്യാംബിക പറഞ്ഞു. പ്രകൃതി തരുന്ന കാഴ്ചകൾ, സന്തോഷങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ പ്രകൃതിയിൽ മനുഷ്യനേൽപ്പിക്കുന്ന ആഘാതങ്ങൾ, കൂടാതെ എക്കോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ വരെ ചിത്രത്തിലുടനീളം സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർ വിശദീകരിച്ചു. പ്രകൃതിയാണ് എല്ലാം. കാരണം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും രൂപപ്പെടുന്നത് തന്നെ ഇത് നമ്മുടെ ഈ പ്രകൃതിയും എല്ലാ ജീവജാലങ്ങളുടെയും ഒരു താളമുണ്ട്. ആ താളത്തിൽ കൂടെയാണ് നമുക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കാനുള്ള ഒരു ഭൂമി സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. കൊല്ലം പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്റർ ഓണററി സെക്രട്ടറി പ്രതാപ് ആർ നായർ അധ്യക്ഷനായിരുന്നു. ലൈബ്രറി കൾച്ചറൽ സബ് കമ്മിറ്റി കൺവീനർ പ്രകാശ് ആർ നായർ, ട്രഷറർ പ്രൊഫസർ PO ലബ്ബ, ജോയിൻറ്റ് സെക്രട്ടറിമാരായ K അമൃതലാൽ, K ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശനം ജൂൺ 1 സമാപിക്കും. ദിവസവും രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെയാണ് സന്ദർശന സമയം.
ന്യൂസ് ബ്യൂറോ, മീഡിയ കോപ്പറേറ്റീവ്.